നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞ പരമ്പരയ്ക്ക് 1/4 നൂറ്റാണ്ട് തികയുന്നു. സപ്താഹയജ്ഞത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ വിപുലമായി നടത്താനാണ് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. 2024 നവംബർ മാസം 15 വെള്ളിയാഴ്ച മുതൽ 22 വെള്ളിയാഴ്ച വരെ നടക്കുന്ന സപ്താഹയജ്ഞത്തിൻ്റെ ആചാര്യൻ പുന്നപ്ര KD രാമകൃഷ്ണൻ അവർകളാണ്. പ്രമുഖ ഭാഗവത ആചാര്യൻ ചേർത്തല പുല്ലയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നവംബർ 15 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഭദ്രദീപ പ്രകാശനം നടത്തും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം ദേവസ്വം പ്രസിഡന്റ് KK വാസവന്റെ അധ്യക്ഷതയിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ദേവസ്വം സെക്രട്ടറി KR രാജേന്ദ്രൻ, ഖജാൻജി KN ദേവാനന്ദ്, ജോയിന്റ് സെക്രട്ടറി TG സതീഷ്, AKDS ബ്രാഞ്ച് സെക്രട്ടറിമാരായ പ്രവീൺ കുമാർ, KS ദിനേശൻ, KN ഗിരീശൻ എന്നിവരും പത്രസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. വിവിധ കമ്മിറ്റികൾ ഫോം ചെയ്തുകൊണ്ട് വിപുലമായിട്ട് തന്നെ നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദേവസ്വത്തിൻ്റെ AKDS ബ്രാഞ്ച് നമ്പർ 18, 19 കരയോഗവും ക്ഷേത്ര ഷഷ്ടിമകളാ സംഘടന, അതുപോലെ തന്നെ 12 വനിതാ മഹിളാ സംഘടന എന്നീ അയ്യപ്പ സഭാ സംഘം സംഘടനാ ഭാരവാഹികളുടെ എല്ലാവരുടെയും ഒത്തൊരുമയും പ്രവർത്തനവുമാണ് ഈ 25ാമത് സപ്താഹം വിപുലമാക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ 24 വർഷവും ഏകദേശം 2 കൊറോണ സമയത്തുള്ള സമയങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ഈ ഇതുപോലെ വിപുലമായി നടത്താതിരുന്നിട്ടുള്ളത്. 25 വർഷം പൂർത്തീകരിക്കുന്ന ഈ സുദിനത്തിൽ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ 25 വർഷം സെക്രട്ടറി പ്രസിഡന്റായി അതുപോലെ ഖജാൻജി എന്നീ നിലകളിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമ്മൾ ആദരിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നവംബർ 15 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അരൂർ പാവുമ്പായിൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര ശ്രീകുമാരവിലാസം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് സപ്താഹയജ്ഞത്തിന് തുടക്കമാകും. 25ാം സപ്താഹയജ്ഞ നാളുകളിൽ 1ാമത് സപ്താഹയജ്ഞത്തിൽ ആചാര്യസ്ഥാനം വഹിച്ച പുല്ലയിലില്ലം പ്രഭാകരൻ നമ്പൂതിരിയെയും മുൻകാലങ്ങളിൽ ദേവസ്വത്തിന് നയിച്ച മഹത് വ്യക്തികളെയും ക്ഷേത്ര ചടങ്ങുകളോട് മികച്ച രീതിയിൽ സഹകരിക്കുന്ന വരേകാട് രാധാകൃഷ്ണപിള്ളിയെയും ദേവസ്വം ജീവനക്കാരൻ സൈജനെയും മഹിളാ സംഘടനകളുടെ മുതിർന്ന പ്രവർത്തകരെയും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരെയും പ്രത്യേകമായി ആദരിക്കും. യജ്ഞകാലയളവിൽ എല്ലാ ദിവസവും പ്രസാദകൂട്ടും ഉണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ അന്നദാനം നടത്തിയിട്ടുള്ള വരേകാട് രാധാകൃഷ്ണൻ അദ്ദേഹത്തെയും ഞങ്ങൾ ഈ പ്രാവശ്യം ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹിളാ സംഘടനാ പ്രവർത്തകർ, പരിസരത്തുള്ള മുഴുവൻ സ്ഥാപന ഉടമകളിൽ നിന്നും നല്ലൊരു സഹായവും സഹകരണവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മുഖ്യ രക്ഷാധികാരി ബ്രഹ്മശ്രീ മഞ്ഞുമ്മൽ ശംഭു നമ്പൂതിരിയാണ്. രക്ഷാധികാരി മേൽശാന്തി ബാലകൃഷ്ണൻ ഭ്രാന്തരി, ജനറൽ കൺവീനർ ദേവസ്വം പ്രസിഡന്റ് ശ്രീ KK 15 കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ അന്നദാനത്തിന് പങ്കെടുക്കുന്നതാണ്. അതുപോലെ തന്നെ യജ്ഞത്തിലെ എല്ലാ പൂജാതി കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നതാണ്. നല്ലൊരു പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ യജ്ഞം സഫലമാകുന്നത്. ഇവിടെ സപ്താഹയജ്ഞത്തിൻ്റെ പ്രാരംഭം നമ്മൾ അരൂർ പാവുമ്പായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്രയോടുകൂടി ഇതിൽ ദീപാരാധനയ്ക്ക് ശേഷം ആണ് നമ്മളുടെ ഭദ്രദീപ പ്രകാശനം നടത്തുന്നത്. 2 കരയോഗങ്ങൾ AKDS ബ്രാഞ്ച് നമ്പർ 18, 19 ഈ കരയോഗങ്ങളും ദേവസ്വവും പിന്നെ ഈ പറഞ്ഞ മഹിളാ സംഘടനാ പ്രവർത്തകരും ഈ അമ്പലത്തിൻ്റെ കീഴിലുള്ള ഇവരെല്ലാവരും കൂടി കൂട്ടായിട്ട് വളരെയധികം ഭംഗിയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. പിന്നീടുള്ളത് ഇവിടുത്തെ ഭക്ഷണ വിതരണം എന്ന് പറഞ്ഞാൽ ഒറ്റമറ്റ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന സ്ത്രീകളുടെ പങ്കാളിത്തം തന്നെ. അതുകൊണ്ടാണ് ദേവസ്വം പ്രസിഡന്റ് സൂചിപ്പിച്ചത് സ്ത്രീകൾ തന്നെയാണ് ഇവിടുത്തെ ഐക്യത്തിന് കാരണം. നവംബർ 22 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് അവഭൃത സ്നാനത്തോടെ സപ്താഹയജ്ഞത്തിന് സമാപനം കുറിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മഞ്ഞുമ്മൽ ശംഭു നമ്പൂതിരി, മേൽശാന്തി ബാലകൃഷ്ണൻ ഭ്രാന്തരി, ക്ഷേത്രം ശാന്തി അഭിലാഷ് എന്നിവരാണ് ക്ഷേത്രകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.